മറ്റാരുണ്ട് LDF അല്ലാതെ? നൃത്തം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം നൃത്തമൊക്കെ വൈറലായിരുന്നു. കൊട്ടിക്കലാശത്തിൽ നന്നായി നൃത്തം ചെയ്യുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, ബി ഗോപാലകൃഷ്ണൻ. ഇത്തവണ ആവേശകരമായ പ്രചരണമാണ് NMR റസാഖ് പാലക്കാട്ട് നടത്തിയത്. അദ്ദേഹം അവിടുത്തെ ഒരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ ആകാം അവിടെ താഴെത്തട്ടിലൊക്കെ തന്നെ നല്ല പ്രചരണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ രീതിയിലൊക്കെ ഓരോ പ്രചരണ വേദികളിലും അവിടുത്തെ പാട്ടിനൊപ്പം നൃത്തം വെച്ചൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രചരണ ശൈലി. സുഹൃത്തുക്കൾ, കലാരംഗത്തുള്ള സുഹൃത്തുക്കളും ഒക്കെ വന്ന് അവിടെയും വലിയ കലാപരിപാടികളൊക്കെ വൈകുന്നേരം പ്രചാരണത്തിന്റെ ഭാഗമായൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ സുനിൽ സാർ കാണാത്തോണ്ടായിരിക്കും. അല്ല, നേരത്തെ ഇക്ബാൽ സംസാരിക്കുമ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെ, എന്തായാലും എല്ലായിടത്തും 140 മണ്ഡലങ്ങളിലും ആവേശം കൊട്ടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം സ്ഥാനാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുന്നണികൾ അവസാന വട്ടത്തിലെ ഈ ആരവങ്ങളും നിറക്കൂട്ടുകളും ചേർത്ത് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടമാണ് നടക്കുന്നത്. 890 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. എല്ലാ പേരും ഈ അവസാന നിമിഷങ്ങളിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ളത്. നോക്കൂ, നമ്മൾ ആദ്യം വിൻഡോയിൽ ദൃശ്യങ്ങൾ കാണുമ്പോഴൊന്നും ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. മൃദുവാണം ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനെ വെയിലൊന്നും മങ്ങുമല്ലോ, സ്വാഭാവികമായും ആവേശം അതിനനുസരിച്ച് കൂടും. അതെ, ഈ ആവേശത്തിൽ കൊച്ചുകുട്ടികളും ഉണ്ട് നൃത്തം ചെയ്യാൻ. അതൊരു സുന്ദര കാഴ്ചയാണ്. അതെ അതെ. സിനോജ് തോമസിലേക്ക്. സിനോജ്, കോഴിക്കോട് സിനോജ് എവിടെയാണ് നിൽക്കുന്നത്? ഏത് സ്ഥാനാർത്ഥിക്കൊപ്പമാണ്? എന്താണ് അവിടുത്തെ കാഴ്ച? ഞാനുള്ളത് ബേപ്പൂരിന്റെ മണ്ണിലാണ്. UDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ റോഡ് ഷോയിലാണുള്ളത്. മണ്ണൂർ വളവിൽ നിന്ന് PV അൻവറിന്റെ റോഡ് ഷോ ആരംഭിച്ചപ്പോൾ ചാലിയം കടന്നുപോയിരിക്കുന്നു. ചാലിയത്തെത്തിയപ്പോൾ നേരിയ ഒരു സംഘർഷമുണ്ടായിരുന്നു. അതായത് മണ്ണൂർ വളവ് മുതൽ ചാലിയം വരെ വളരെ സുഗമമായി UDFന്റെ ഈ റോഡ് ഷോ കടന്നു വന്നു. വരുന്ന വഴിക്ക് ചാലിയത്തെത്തിയപ്പോൾ LDFന്റെ റോഡ് ഷോയും പ്രവർത്തകരും ചാലിയം ടൗണിൽ റോഡിന് നടുവിലുണ്ടായിരുന്നു. ആ പ്രവർത്തകർ മാറിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അവിടെ വെച്ച് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഈ UDFന്റെ റോഡ് ഷോയ്ക്ക് തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു വാക്കേറ്റമുണ്ടായി. പോലീസ് ഇടപെട്ടുകൊണ്ടാണ് അവിടെ നീക്കിയത്. ഇപ്പോൾ ചെറിയൊരു സംഘർഷമാണ് അവിടെ ഒഴിവായത്. എന്ത് തോന്നുന്നു സ്ഥാനാർത്ഥി? ഇല്ല, ഇത് നമ്മുടെ പ്രതീക്ഷയാണ്. പരാജയം ഉറപ്പാക്കിയവര് ഇനി സംഘർഷങ്ങളിലൂടെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വരാതിരിക്കാൻ വലിയ സംഘർഷം നടക്കുന്നു എന്ന ചിത്രം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കുക ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. നിലവിൽ അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നില്ല. ഈ UDFന്റെ റോഡ് ഷോ കടന്നു പോയാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപനമായ രീതിയിൽ ബാനറുകളൊക്കെ ഉയർത്തിയിരുന്നു. PV അൻവറിനെതിരെ കുട്ടികൾ വരെ അവിടെ ബാനർ ഉയർത്തുന്നത് കണ്ടു. തീർച്ചയായിട്ടും ആ രീതിയിൽ വോട്ടർമാർ വോട്ടിന് ഇറങ്ങാതിരിക്കാൻ എന്ത് മാർഗം എന്നാലോചിക്കുകയാണ്. അതിന്റെ ഭാഗമാണ്. ഇതിനൊക്കെ ഞങ്ങൾ മറികടക്കും. ഇത്രയധികം പ്രതിരോധം ഉണ്ടായാലും ബേപ്പൂരും കൂടെ ഇളകി പോരുമോ? 1000%. അതായത് 100% ബേപ്പൂര് UDFനൊപ്പം ഇളകി പോരുമെന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ശബ്ദമൊന്നുമില്ല, കുറെ നേരം സംസാരിച്ചിട്ടാവും വോട്ടർമാർ വോട്ടഭ്യസിച്ചിട്ടാവും ശബ്ദമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ആവേശം ഒട്ടും ചോരാതെ തന്നെ ഭൂരിപക്ഷം ഒക്കെ ഉറപ്പിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ടാൽ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കോലത്തിലായിട്ടുണ്ട്. നല്ല വെയിലായിരുന്നല്ലോ, വെയിലും തിരഞ്ഞെടുപ്പ് ചൂടുമൊക്കെയാണ്. എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് NK പ്രേമചന്ദ്രനെ കണ്ടൊരു ഓർമ്മയുണ്ട്. NK പ്രേമചന്ദ്രനെ നമുക്ക് സാധാരണ അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ രൂപമേ ആയിരുന്നില്ല, കാരണം നിരന്തരമായ പ്രചാരണവും വെയിലുമൊക്കെയാണല്ലോ.